കേരളത്തിൽ BJP പല കേസുകൾ ED എടുത്ത കേസുകൾ ഒന്നും ലോജിക്കലായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നീങ്ങുന്നില്ല. പല കേസുകൾ ഇൻക്ലൂഡിങ് ചെയ്യും. അത് കാരണം എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഒരു അഡ്ജസ്റ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലും? ഡെഫിനറ്റ്ലി ഒരു CPM BJP അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് കേരളത്തിലുണ്ടെന്ന് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും അറിയാം. അല്ലെങ്കിൽ SNC ലാവലിംഗ് കേസ് എന്തിനാണ് 34 തവണ മാറ്റിവെക്കുന്നത്? എന്തിനാണ് പിണറായി വിജയൻ്റെ കാര്യത്തിൽ ഇത്രമാത്രം അയാളെ സേവ് ചെയ്യാൻ തന്നെ ശ്രമിക്കുന്നത്, മുഖ്യമന്ത്രി സേവ് ചെയ്യാൻ തന്നെ ശ്രമിക്കുന്നത്? ഈ കേരളത്തിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ BJP തന്നെ ആക്ഷേപിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള കേസുകൾ, കരിവന്നൂർ പോലെയുള്ള വിഷയങ്ങൾ. കരിവന്നൂർ എന്താണ് അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷൻ? കരിവന്നൂരിൽ ഇത്ര വലിയ ഒരു പ്രൊപ്പഗാൻഡ നടത്തിയതിന് ശേഷം, പ്രചരണം നടത്തിയ ശേഷം അവിടുത്തെ 100 കണക്കിന് ആളുകൾക്ക് നഷ്ടപ്പെട്ട പണം മുഴുവൻ തിരിച്ചു കൊടുക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ച് സമരം നടത്തിയതിന് ശേഷം അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷൻ എന്താണ്? ചില തട്ടുകളിലെത്തുന്ന സമയത്ത് കേസ് അവിടെ അവസാനിക്കില്ല, പിന്നെ അതിന് മുകളിലോട്ട് പോകുന്നില്ലല്ലോ. ഞാൻ സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമായിരുന്നു. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൽ എനിക്കറിയാവുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് SNC ലാവിനുമായി ബന്ധപ്പെട്ടൊരു വിഷയം ചാനൽ ചർച്ചയ്ക്കിടെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വാസ്തവത്തിൽ മറുപടി പറയാനുണ്ടായിരുന്നില്ല. പലപ്പോഴും നേതൃത്വം എന്ത് മറുപടി പറയണം ചോദിക്കുന്ന സമയത്ത് അവർക്കും കൃത്യമായിട്ടൊരു മറുപടി തരാനില്ല. അവിടെ പല എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നതാണ്. ഇപ്പം ജനങ്ങളെ എങ്ങനെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും? ഇത് കേരളം കണ്ട ഏറ്റവും വലിയ കറപ്ഷൻ കേസിൽ എന്തുകൊണ്ട് താല്പര്യം കാണിക്കുന്നില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് ഇത്രയും ഒരു 5-10 തവണ മാറ്റി വെച്ചാൽ മനസ്സിലാക്കും. 34 തവണ മാറ്റി വയ്ക്കുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുക? ഞങ്ങൾക്കും അതിനുള്ളിൽ നിൽക്കുന്ന ആളുകൾക്കും ആശയക്കുഴപ്പമുണ്ട്. പലപ്പോഴും ഞാൻ ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ ചോദ്യം BJP ലീഡർഷിപ്പിനോട് ചോദിച്ചു, എന്ത് മറുപടി പറയണം എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ മറുപടി ഇല്ല. നിങ്ങൾക്ക് കോൺഗ്രസിനെ സഹായിക്കാഞ്ഞിട്ട് വലിയ ബുദ്ധിമുട്ടാണോ എന്നാണ് പലപ്പോഴും ചോദിച്ചിരുന്നത്. നിങ്ങളെന്തിനാണ് കോൺഗ്രസിനെ സഹായിക്കാൻ നിൽക്കുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഈ ഐഡിയോളജിക്കലി ഏറ്റവും വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന BJPയും CPMഉം എന്തിനും പരസ്പരം സഹായിക്കുന്നു? കേരളത്തിൽ CPMൻ്റെയും BJPയുടെയും കോമൺ എനിമി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. അവിടെ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൽ കോൺഗ്രസ്സിന് കിട്ടുന്ന പരമാവധി സീറ്റുകൾ കുറയ്ക്കാനെന്നായിരിക്കും BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പിന് താല്പര്യം. കേരളത്തിലെ BJP വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും സെൻട്രൽ ലീഡർഷിപ്പിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് BJPക്ക് ചെറിയ സ്പേസും കൊടുത്തൊരു മുന്നോട്ടുള്ള പോക്ക്. ഇത് ഒരു ലാർജർ പ്ലോട്ടാണ്. ആ പ്ലോട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ തളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം പ്ലാന്റെ ഭാഗമായിട്ടാണ് ഇവിടെ CPMനെ സംരക്ഷിച്ചുകൊണ്ട് നിർത്തുന്നത്. കോൺഗ്രസ് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ശക്തിയുള്ള ശത്രുവല്ല. അങ്ങനെയല്ല, നാഷണൽ സിനാരിയോ അതാണ് കാണിക്കുന്നത്. പിന്നെ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് കോൺഗ്രസിന് ഇത്രമാത്രം ഭയക്കണം? അങ്ങനെയല്ല. ഇപ്പോൾ ഈ ഉള്ള നാഷണൽ സിനാരിയോയുടെ മുൻപത്തെ തലങ്ങളിലേക്ക് പോകും. കോൺഗ്രസ് എവിടെയൊക്കെ ദുർബലപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം BJP തുടർച്ചയായിട്ട് ഭരണത്തിലിരിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ എക്സാമ്പിൾ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ശക്തി ദുർഗങ്ങളായ സ്ഥലങ്ങളിൽ കോൺഗ്രസ് സംഘടനാപരമായി വീക്കായപ്പോഴാണ് BJPക്ക് അവിടെ ഒരു അജയ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. അതുപോലെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക, കോൺഗ്രസിനെ അതാണ് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമല്ലേ. ഞാൻ പറയാം, ഞാൻ പറയാം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നുള്ള BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇത് രഹസ്യമായിട്ടുള്ള കാര്യമല്ലല്ലോ. കോൺഗ്രസ് മുക്ത ഭാരത് എന്നവർ പ്രഖ്യാപിച്ചതാണല്ലോ. അപ്പോൾ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഏത് എക്സ്ട്രീം ലെവലിലുള്ള ഗെയിമിനും അവർ തയ്യാറാകുമെന്നുള്ളത് തന്നെയാണ്. അതിന് അവർ ഏത് രീതിയിലും പോകും. കേരളത്തിൽ LDF ആണെങ്കിൽ, തമിഴ്നാട്ടിൽ DMK ആണെങ്കിൽ ഇവരെയൊന്നും BJPക്ക് ഒരു രീതിയിലും തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അവർ സ്ട്രഗിൾ ചെയ്യുകയാണ് ഈ സ്ഥലങ്ങളിൽ. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ ഒഡീഷയുടെ ഉദാഹരണമല്ലേ. ഒഡീഷയിൽ പ്രാദേശിക പാർട്ടിയല്ലേ പരാജയപ്പെടുത്തി? അല്ല പ്രാദേശിക പാർട്ടിയാണല്ലോ പരാജയപ്പെടുത്തി. ബംഗാളിലെ ഒരു പ്രതിപക്ഷമായില്ലേ. അപ്പോൾ അങ്ങനെ BJP കരുതുന്നത് എനിക്ക് തോന്നുന്നില്ല. BJPയുടെ നമ്പർ 1 ശത്രു കോൺഗ്രസ് തന്നെയാണ്. അത് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. എപ്പോഴും അവർ നമ്പർ 1 ശത്രുവിനെ കീഴ്പ്പെടുത്തിയ ശേഷമേ അവർ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കുള്ളൂ. അവർ സ്വാഭാവികമായിട്ട് അത് അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. കോൺഗ്രസിൻ്റെ മാക്സിമം പവർ സെൻട്രലിൽ കുറയ്ക്കുക എന്നുള്ളത്. അവിടെ ഡൽഹിയിൽ മാക്സിമം കോൺഗ്രസിൻ്റെ ശക്തി കുറയ്ക്കണമെങ്കിൽ കേരളത്തിൽ നിന്നുള്ള നമ്പർ കുറയ്ക്കണം. അത് സ്വാഭാവികമല്ല, അതൊരു കോമൺ സെൻസ് അല്ലേ. അതിനാണ് അവർ കോൺഗ്രസിനെ കേരളത്തിൽ തളർത്തി നോക്കുന്നത്. അപ്പം കോൺഗ്രസ് തളർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവർ CPMനെ സഹായിക്കുന്നു. പിന്നെ ഇവിടെ CPMഉം BJPയും തമ്മിലുള്ള ഒരു അവിശുദ്ധ ബാന്ധവം അത് നമുക്ക് വിഴിഞ്ഞ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കാണാൻ സാധിക്കുമല്ലോ. ആരാണ് ഇതിൻ്റെ പുറകിൽ? എങ്ങനെയാണ് ചീഫ് മിനിസ്റ്ററുടെ വീട്ടിൽ കരണ്ടാനി പോകുന്നത്? എങ്ങനെ ചീഫ് മിനിസ്റ്റർ പോയിട്ട് അഡാനിയുടെ പേരുള്ള ബലൂൺ ഉയർത്തി വിടുന്നത്? ഇവർ ഐഡിയോളജി ഏറ്റവും അഡാനിക്കെതിരെ നിലപാടെടുത്തൊരു മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് 5000 കോടി രൂപ അഴിമതി ആരോപിച്ചല്ലേ വിഴിഞ്ഞം പോർട്ടിൽ.
ഇപ്പം എന്താ ആരോപണം ഇല്ലാത്തത്? അപ്പോൾ ആരാ ഇതിനകത്ത് മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത്?